ഹായ് ഓൾ, ഇന്ന് നമ്മൾ നോക്കുന്നത് ഒരു പോയമാണ് ഡെത്ത് ദ ലെവലർ ബൈ ജെയിംസ് ഷേർലി. ദി ഗ്ലോറീസ് ഓഫ് അവർ ബ്ലഡ് ആൻഡ് സ്റ്റേറ്റ് ആർ ഷാഡോ നോൺ സബ്സ്റ്റൻഷ്യൽ തിങ്സ്. സ്റ്റേറ്റ് എന്നത് സ്റ്റാറ്റസിനെ സൂചിപ്പിക്കുന്നു. നമ്മുടെ സ്റ്റാറ്റസും കുടുംബമഹിമയും ഒക്കെ വെറും നിഴലുകളാണ്. അത് എന്നേക്കും നിലനിൽക്കുന്ന ഒന്നല്ല. ദെർ ഈസ് നോ ആർമർ എഗെയിൻസ്റ്റ് ഫേറ്റ്. ആർമർ എന്ന് വെച്ചാൽ പടച്ചട്ട. വിധിക്കെതിരെ നമുക്ക് യാതൊരു കവചവും ഇല്ല. ഡെത്ത് ലേസ് ഹിസ് icy hands on kings, sceptre and crown must tumble down, and in the dust be equal made with the poor crook, scythe and spade. മരണം അതിന്റെ കരങ്ങൾ രാജാവിന്റെ മേലും വെക്കുന്നു. സ്ക്രെപ്ച് ആൻഡ് ക്രൗൺ എന്ന് വെച്ചാൽ ചെങ്കോലും കിരീടവും, സൈത്ത് ആൻഡ് സ്പേഡ് എന്ന് വെച്ചാൽ അരിവാളും തൂമ്പയും. നമുക്കറിയാം, കർഷകരാണ് ഇവ ഉപയോഗിക്കുന്നത്. രാജാവും ഒരിക്കൽ മരിക്കും. അപ്പോൾ കിരീടവും ചെങ്കോലും മണ്ണിൽ അരിവാളിനോടും തൂമ്പയോടും ഒപ്പമായിരിക്കും നിലം പതിക്കുക. മരണത്തിന്റെ മുന്നിൽ എല്ലാവരും ഒരുപോലെയാണ്. Some men with sword may reap the field and plant fresh laurels where they kill. ചില മനുഷ്യർ തങ്ങളുടെ വാളിനാൽ കൊയ്യുകയും അവിടെ ലോറൽസ് നടുകയും ചെയ്യുന്നു. ഇവിടെ സൂചിപ്പിക്കുന്നത് ശക്തരായ മനുഷ്യർ യുദ്ധത്തിൽ ആളുകളുടെ തല വെട്ടുന്നുണ്ട്. പണ്ട് ഗ്രീക്കിൽ വിജയിക്കുന്നവർക്ക് ലോറൽസ് ഫ്ലവറിന്റെ കിരീടം നൽകുന്നു. അതാണ് ഈ ലൈൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ബട്ട് ദേ സ്ട്രോങ് നെർവ്സ് അറ്റ് ലാസ്റ്റ് മസ്റ്റ് yield. They tame but on another till early or late they stoop to fate and must give up their murmuring breath when they pale captives creep to death. എന്നാൽ ഇത്ര ശക്തന്മാരായ മനുഷ്യരെയും മരണം എടുക്കുന്നു. വിധിക്ക് മുന്നിൽ അവർക്കും തലകുനിക്കേണ്ടി വരുന്നു. അത് ചിലപ്പോൾ നേരത്തെയാകാം, ചിലപ്പോൾ വൈകിയും. പെയിൽസ് ക്യാപ്റ്റീവ്സ് എന്ന് വെച്ചാൽ വിളറിയ തടവുകാർ. അങ്ങനെയുള്ള തടവുകാരായ നാം അന്ത്യശ്വാസം മരണത്തിന് നൽകുന്നുണ്ട്. The garland wither on your brow, then boast no more your might deed. നമ്മുടെ തലയിലുള്ള ഈ പുഷ്പകിരീടങ്ങൾ മരണത്തിന് ശേഷം നമ്മുടെ വീരകൃത്യങ്ങൾ പാടി പുകഴ്ത്തുന്നില്ല. Upon death's purple altar now, see where the victim bleed. Your head must come to the cold tomb, only the action of the just. അപ്പൊ എന്താ, മരണത്തിന്റെ അൾത്താരയിൽ എല്ലാവരും ഒരുപോലെയാണ്. വിക്ടർ എന്നത് വിജയിയും വിക്ടിം എന്നത് ഇരയുമാകുന്നു. രണ്ടുപേരെയുടെയും ശിരസ് ഒരുപോലെ തണുത്ത ശവകുടീരത്തിൽ എത്തിച്ചേരുന്നു. Only the action of the just smell sweet and blossom in their dust. അപ്പോൾ സുഗന്ധം പരത്തുന്നത് നാം ചെയ്ത നല്ല പ്രവൃത്തികൾ മാത്രമായിരിക്കും. നാം എത്ര മഹാന്മാരാണെങ്കിലും മരണം നമ്മെ മണ്ണിൽ ഒതുക്കുന്നു. നാം ചെയ്ത സൽപ്രവൃത്തികൾ മാത്രമേ അവശേഷിക്കൂ എന്നു കവിയായ ജെയിംസ് ഷേർലി പറഞ്ഞു വെക്കുന്നു. നമ്മുടെ പോയത്തിന്റെ പ്രധാനപ്പെട്ട തീംസ് എന്ന് പറയുന്നത് ഇന്നവിറ്റബിലിറ്റി ഓഫ് ഡെത്ത്, ഇക്വാലിറ്റി ഇൻ ഡെത്ത്, ഫ്യൂട്ടിലിറ്റി ഓഫ് വേൾഡ്ലി പവർ, മോറൽ ലെഗസി എന്നിവയാണ്. മാത്രമല്ല ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന ലിറ്റററി ഡിവൈസസ് എന്തൊക്കെയാണെന്ന് നോക്കിക്കോളൂ. പേഴ്സോണിഫിക്കേഷൻ, മെറ്റഫർ, അലിട്രേഷൻ, സിംബോളിസം, ഇതൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓർത്ത് വയ്ക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു ക്ലാസ്സുമായിട്ട് ഉടനെ തന്നെ കാണാം. താങ്ക് യു.